Welcome back, my dear students, on a new lecture on Laplace transform. Previous lecture നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെക്ഷൻ അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് എ ടി. ടി കോസ് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മൾ പ്രീവിയസ് ചെയ്ത അതേ മെത്തേഡ് വെച്ച് പ്രൊസീഡ് ചെയ്യുന്നു. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി കോസ് എ ടി. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു കോസ് 0 എന്ന് കിട്ടും, വിച്ച് ഈസ് 0. എഫ് ഡാഷ് ഓഫ് ടി, എഫ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഈസ് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ടി ഇൻറ്റു കോസ് എ ടിയുടെ ഡെറിവേറ്റീവ് ഈസ് minus sin 80 into a plus cos 80 into t derivative is 1. So the answer is actually minus 80 sin 80 plus cos 80. Now ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൽ ഓഫ് ടി കോസ് 80 കണ്ടുപിടിക്കാം. കാരണം നമ്മൾ എഫ് ഡാഷ് ടി എന്ന് പറയുന്നത് ടി സൈൻ 80 ഉണ്ട്. ടി സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം, അത് വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ബട്ട് വി വിൽ പ്രൊസീഡ് യൂസിങ് ദ പ്രീവിയസ് മെത്തേഡ് ആസ് വെൽ. സോ എഫ് ഡാഷ് ഓഫ് 0 ഈസ് ആക്ച്വലി ടിക്ക് 0 കൊടുക്കുമ്പോൾ എ ഇൻറ്റു 0 ഇൻറ്റു സൈൻ 0 വിച്ച് ഈസ് 0 പ്ലസ് കോസ് 0 ഈസ് ആക്ച്വലി 1. സോ ദ ആൻസർ ഈസ് ആക്ച്വലി 1. നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി, f double dash of t is actually 80 minus 80 sin 80 derivative. So minus value എടുക്കുന്നു. So 80 into sin 80 derivative is actually cos 80 into a plus sin 80 into 80 derivative is actually a. Okay. Plus cos 80 derivative is actually minus sin 80 times a. So minus അകത്തോട്ട് കൊടുക്കുമ്പോൾ minus a into a is a square t cos 80 minus a sin 80 minus a sin 80. So the answer is actually minus a square. ഈ t sin 80ക്ക് പകരം f of t എന്ന് കൊടുക്കാം. So a square f of t minus 2a sin 80. Now this looks like a simple expression. Okay, so f dash double dash of t യുടെ വാല്യൂ കണ്ടുപിടിച്ചു. So L of f double dash of t is equal to s square L of f of t minus s f of 0 minus f dash of 0. This is the answer. L of f double dash of t is actually L of minus a square f of t minus 2a sin 80 is equal to s square L of f of t. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Minus s into f of 0 is 0. So this term becomes 0. F dash of 0 is 1. So this is minus 1. Okay. Now ഇത് ലീനിയറിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് എ സ്ക്വയർ വെളിയിലെടുക്കാം. സോ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് 2a വെളിയിലെടുക്കാം. സോ എൽ ഓഫ് സൈൻ 80. സോ ദിസ് ഈസ് മൈനസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് 2a ഇൻറ്റു എൽ ഓഫ് സൈൻ 80 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് 1. ഈ എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, ബാക്കി എല്ലാ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. സോ ഇവിടെ എസ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എ സ്ക്വയർ ആകും. സോ അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. ഈ മൈനസ് 1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 1 ആകും. സോ ദിസ് ഈസ് 1 മൈനസ് 2a എൽ ഓഫ് സൈൻ 80 ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ into L of f of t. L of f of t ആണ് കണ്ടുപിടിക്കേണ്ടത്.
Now L of sine AT is actually A divided by S square plus S square. Substitute ചെയ്യുമ്പോൾ 1 minus 2A into A divided by S square plus S square is equal to S square plus A square into L of F of t. ഇത് പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L of F of t is equal to 1 divided by S square plus A square minus 2A square divided by S square plus A square the whole square. രണ്ടിൻ്റെ അകത്തും ഡിനോമിനേറ്റർ 1 by S square plus A square കോമൺ ഉണ്ട്. സോ 1 by S square plus A square into 1 minus 2A square into S square plus A square. LCM എടുക്കുമ്പോൾ this is 1 by S square plus A square into A square plus A square minus 2A square whole divided by S square plus A square. A square minus 2A square എന്നൊരു A square ക്യാൻസൽ ആയി പോകുമ്പോൾ ന്യൂമറേറ്ററിൽ S square minus A square എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ S square plus A square into S square plus A square is S square plus A square the whole square. So this is what L of t cos at. So L of t cos at is actually S square minus A square divided by S square plus A square the whole square. So this implies L inverse of inverse Laplace transform of S square minus A square divided by S square plus A square the whole square is actually t cos at. Okay. Previously നമ്മൾ ഇതുപോലെ L of t sin at കണ്ടുപിടിച്ചിരുന്നു. L of t sin at is actually 2as divided by S square plus A square the whole square ആയിരുന്നു, which implies L inverse of 2as divided by S square plus A square the whole square is actually t sin at. So ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ച് കഴിഞ്ഞു. Okay, so keep that relation in mind. Now using this results we can find inverse Laplace transform of some functions. That is next question 2. Find the inverse Laplace transform of 1 by S square plus A square the whole square. Okay, ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് L of t sin at യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് 1 by S square plus A square എന്നുള്ള ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് 1 by S square plus A square എന്നുള്ള ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ടേമുണ്ട്. t sin at യുടെ ടേംസിൻ്റെ അകത്തും S square plus A square the whole square. സോ ഇവിടെ 1 by S square plus A square the whole square എന്നുള്ളതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറലി ഇതിനെ ഈ രണ്ട് ഏതെങ്കിലും ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ ഇറ്റ് വിൽ ബി ഫാർ ബെറ്റർ. കാരണം അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇങ്ങനെ എഴുതുന്നതാണ് ബെറ്റർ. കാരണം ടി കോസ് എ ടിയുടെയും ടി സൈൻ എ ടിയുടെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അവർ മെത്തേഡ്. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഐഡൻറ്റിഫൈങ് വാട്ട് ഈസ് ദ പോസിബിൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് 1 by S square plus A square the whole square എന്നുള്ള ടേം ഉണ്ട്. ഈ ടേമിന് നമ്മൾ ഒബ്സർവ് ചെയ്യണം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ടേം കണ്ടെയ്ൻസ് 1 by S square plus A square the whole square. അത് ടി കോസ് എ ടിയുടെയും ടി സൈൻ എ ടിയുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിൻ്റെ അകത്ത് 1 by S square plus A square the whole square ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദ മെത്തേഡ്. അതിനെ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, സോ നമ്മൾ ആദ്യം 1 by S square plus A square the whole square. നമ്മൾ ന്യൂമറേറ്ററിൽ
ഒരു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഒരു എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. സോ നമ്മൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആഡ് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുന്ന എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ല, നമ്മൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ചെയ്യുമ്പോൾ എസ് സ്ക്വയറും എസ് സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ട് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കിട്ടും, വിച്ച് ഈസ് 2a സ്ക്വയർ. ആ 2a സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നു. കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്. സോ ഇവിടെ ന്യൂമറേറ്ററിൽ 2a സ്ക്വയർ ആണ്. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 1/2a സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ 1/2a സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, ഇത് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ആക്ച്വലി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി കോസ് എ ടി. ഓക്കെ, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ടി കോസ് എ ടി ആണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു ടേം ക്യാൻസൽ ആക്കി കളയാം. സോ ദിസ് ഈസ് ആക്ച്വലി 1/2a സ്ക്വയർ ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് എളുപ്പമായി. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ആക്ച്വലി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ്, ഇത് ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റും, 1/2a സ്ക്വയർ ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് കോൺസ്റ്റൻസ് വെളിയിലെടുക്കാം. സോ 1/2a സ്ക്വയർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. Okay. Now L of sin AT is equal to A divided by S square plus A square, and this implies 1/a into L of sin AT is equal to 1 divided by S square plus A square. So this implies L of 1/a into sin AT is equal to 1/s square plus A square. So this implies L inverse of 1/s square plus A square is equal to 1/a sin AT. We already observed that. So this can be taken as, so L inverse of 1/s square plus A square the whole square is equal to ആദ്യം 1/2a square ഉണ്ട് into L inverse of 1/s square plus A square, അതിന് പകരം 1/a sin AT എന്ന് കൊടുക്കാം. ഇനി അടുത്തതിൻ്റെ അകത്തും 1/2a square ഉണ്ട്, മൈനസ് 1/2a square. ഇനി ഇതിൻ്റെ L inverse of s square minus a square divided by s square plus a square the whole square is t cos AT. So I'll substitute ചെയ്യുന്നു. So this is t cos AT. So the answer is 1/2a cube sin AT minus 1/2a square t cos AT. So this is the method. So ഇങ്ങനെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഡെറിവേറ്റീവിൻ്റെ മെത്തേഡ് വെച്ച് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നൗ ഐ വിൽ ഗിവ് യു സം exercise problems. So assignments. Question number 1. Find
L inverse of s cube divided by s square plus a square the whole square. Second question, find L of t cos h at and L of t sin h at. ഹൈപ്പർബോളിക് കൊസൈൻ്റെയും സൈൻ്റെയും കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇത് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ കൺവേർഷൻ നടത്തിയാണ് ചെയ്യേണ്ടത്. ഇത് ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.